സ്റ്റോപ്പ് നെഗ്ലക്റ്റിംഗ് യുവർ ഹോബീസ്. എൻ്റെ പോനെ കാറ്റടിച്ചപ്പോഴത്തേന് വലിയ കൊമ്പ് നിന്ന് ആടുന്നുണ്ടോ. നമ്മുടെ ഹോബീസിനെ ഒരിക്കലും നിങ്ങൾ വെറുതെ നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. ബിക്കോസ് നമ്മുടെ മൈൻഡ് സ്ട്രെങ്ത്തിന് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വകാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോബീസ്. ചില ആൾക്കാർക്ക് റീഡിങ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഡാൻസിങ് ആയിരിക്കും, ചില ആൾക്കാർക്ക് പാടുന്നതായിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കുറേ ഗെയിംസിൻ്റെ അകത്തൊക്കെ ആയിരിക്കാം. എന്ന് പറഞ്ഞിട്ട് 24/7 മൊബൈലിനകത്തിരുന്നിട്ട് ക്ലിക്ക് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ഹോബീസ് എന്ന് പറയുന്നത് അപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇമ്മ്യൂണിറ്റീനെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ജീവിതത്തിനെ ഭയങ്കര സീരിയസിൻ്റെ ലെൻസൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കൂടെ ജീവിതത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോബീസ് അങ്ങ് മറന്നുപോകും. ഈ ഹോബീസ് മറന്നുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയുമോ? നിങ്ങളുടെ ബ്രെയിനിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവശ്യമാണ്. ഈ എൻ്റർടൈൻമെൻറ്റ് പ്രോപ്പർ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വിത്ത് ഹോബീസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റ് കിട്ടാതെ ഈ സീരിയസ് ആയിട്ടുള്ള ലെൻസിനകത്ത് കൂടെ ജീവിതം വീക്ഷിച്ച് മൈൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോവും. പിന്നെ മൈൻഡിന് പോലും പേടിയായിരിക്കും. ഇത് കൊണ്ടുവരുന്ന ഇൻഫോർമേഷനൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഇൻഫോർമേഷനായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷേ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഹോബീസിനെ നെഗ്ലക്റ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ ടൈം ഹോബീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിനെങ്ങനെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഹെൽത്തിന് വളരെ സഹായകരമായിരിക്കും. സോ സ്റ്റോപ്പ് നെഗ്ലക്റ്റിംഗ് യുവർ ഹോബീസ്.